മറ്റൊരു വാർത്തയിലേക്ക്. കർണാടകയിൽ ഒരു മലയാളി ഉൾപ്പെടെ 6 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. കർണാടക സ്വദേശിയായ 3 പേരും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് സ്വദേശികളുമാണ് കീഴടങ്ങിയത്. ജിഷയാണ് കീഴടങ്ങിയ മലയാളി. കുറേ വർഷങ്ങളായി മാവോയിസ്റ്റ് പാർട്ടി എന്ന സംഘടന വർക്ക് ചെയ്യാണ്. ജനങ്ങൾക്ക് വേണ്ടി ഞാനൊരു പോരാട്ടം തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ കർണാടകയിലാണ് ഉള്ളത്. കർണാടകയിൽ ഇവിടെ മുഖ്യധാരയിലേക്ക് വന്ന് ലീഗൽ പോരാട്ടം ചെയ്യാനായിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് മാത്രമല്ല, ഇവിടുന്ന് വന്നതിന് ശേഷവും ഞാൻ സായുധ വിപ്ലവം വിട്ടു വരുന്നുണ്ടെന്നല്ലാതെ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി തന്നെ പോരാട്ടം തുടരും. ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഞാൻ അവസാനം വരെ പോരാട്ടം ചെയ്യും. അതുമാത്രമല്ല, ഞാനിപ്പോൾ കേരള ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒട്ടേറെ മഴക്കെടുതികളുടെ ഒരു അനുഭവം കുറേ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ സമയത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ഓരോ കാരണങ്ങൾ അതിലേറെ കൂടുതൽ പാവപ്പെട്ട ജനങ്ങളാണ് അതിൽ പെട്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ് അവർക്ക് ഉതകുന്ന രീതിയിൽ നല്ലത് സഹായം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള നമ്മുടെ പിണറായി സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അവർക്ക് യാതൊരു രീതിയിൽ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ തന്നെ സർക്കാർ അത് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ ഞങ്ങളുടെ കേരള മുഖ്യമന്ത്രി പിണറായി സഖാവിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. കർണാടകയിലാണ് 6 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയത്. അതിൽ ഒരു മലയാളി, ജീഷ എന്ന ഒരു മലയാളി കൂടിയുണ്ട്. തമിഴ്നാട് ആന്ധ്രാപ്രദേശ് സ്വദേശികളും കീഴടങ്ങിയവരിൽ പെടുന്നുവെന്നാണ് രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നു. രാഗേഷ്, ഈ മാവോയിസ്റ്റുകളുടെ പുനരുദ്ധാരണ പദ്ധതി, അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പദ്ധതി അവിടെ കാര്യമായി ആവിഷ്കരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് പല സംസ്ഥാനങ്ങളിലും അതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കീഴടങ്ങൽ. ഇവർക്ക് ഏതൊക്കെ തരത്തിലുള്ള പൊതുസമൂഹത്തിൽ ജീവിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഒരുക്കി വരുന്നത്? രഞ്ജിത്ത്, മാവോയിസ്റ്റ് പുനരധിവാസ പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ 6 പേർ കീഴടങ്ങിയിരിക്കുന്നത്. ഈ 6 പേരിൽ 3 പേർ കർണാടക സ്വദേശികളാണ്. ഒരാൾ തമിഴ്നാട് സ്വദേശി, ഒരാൾ ആന്ധ്ര സ്വദേശി, മറ്റൊരാൾ മലയാളി. ഇതിൽ ഇവരുടെ പേരുവിവരങ്ങൾ ഇപ്രകാരമാണ്: മുണ്ടുകാരു ലത കർണാടക സ്വദേശിയാണ്, വനജലക്ഷ്മി കർണാടക സ്വദേശിയാണ്, സുന്ദരി കർണാടക സ്വദേശിയാണ്, തമിഴ്നാട് സ്വദേശി വസന്ത്, ഒപ്പം തന്നെ വേരപ്പ അരോളി ആന്ധ്രാപ്രദേശ് സ്വദേശി. ഇതുകൂടാതെ മലയാളിയായ ജീഷ കൂടി ഈ സംഘത്തിലുണ്ട്. നേരത്തെ തന്നെ ഈ മാവോയിസ്റ്റ് പുനരധിവാസ പദ്ധതി പ്രകാരം കീഴടങ്ങാൻ സന്നദ്ധരാണെന്ന് ഇവർ ഈ കമ്മിറ്റി മുമ്പാകെ അറിയിച്ചിരുന്നു. ഇതിനുശേഷം ഇവർ കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച നടത്തി. ഈ കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച നടത്തുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനുശേഷമാണ് ചിക്കമംഗളൂരുവിൽ വെച്ച് ഇവർ കീഴടങ്ങിയിരിക്കുന്നത്. ഏതായാലും മലയാളിയായ ജീഷ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ജീഷ വ്യക്തമാക്കിയ കാര്യം, അതായത് സായുധ പോരാട്ടം അവസാനിപ്പിക്കുന്നു, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് അവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ചില ആവശ്യങ്ങൾ കൂടി അവർ ഇപ്പോൾ കേരള സർക്കാർ മുമ്പാകെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് ഉരുൾപൊട്ടൽ വയനാട്ടെ ജനങ്ങളുടെ ജീവിതം തകർത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് മേപ്പാടി മേഖലയിൽ ജനങ്ങളുടെ വലിയ രീതിയിൽ ദുരിതത്തിലായിരിക്കുന്നു. അവർക്ക് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുമെന്ന ആവശ്യം കൂടി ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും രജിത് സൂചിപ്പിച്ച പോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും കേരളത്തിലടക്കം ഇത്തരം പുനരധിവാസ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കർണാടകത്തിലും 6 പേർ ഇപ്പോൾ മാവോയിസ്റ്റ് കീഴടങ്ങിക്കൊണ്ട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിരിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. 6 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. ഒരു മലയാളിയുണ്ട്, ജീഷ എന്ന മലയാളിയാണ്. ഒപ്പം മറ്റ് 2 പേർ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഉള്ള ആളുകളാണ്. മറ്റുള്ള മാവോയിസ്റ്റുകൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്.